സിനിമയിലെ ചില നടീനടന്മാർ അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് സിനിമയിൽ കൂടി തന്നെ പറയാറുണ്ട്. അതായത് കഥാപാത്രങ്ങൾ ഇൻഡയറക്റ്റായി പറയുന്ന ചില കാര്യങ്ങൾ ആ ഒരു നടന്റെയോ നടിയുടെയോ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. അത്തരം രംഗങ്ങളെക്കുറിച്ച് കഥാപാത്രം നടന്മാരായി മാറിയാൽ എന്ന പേരിൽ നാം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. 2007 ശ്രീനിവാസൻ എഴുതി എം മോഹനൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കഥ പറയുമ്പോൾ. ശ്രീനിവാസൻ, മീന എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ആ ഒരു സിനിമയിൽ അശോക് രാജ് എന്ന കഥാപാത്രമായി മമ്മൂട്ടിയുടെ ഒരു എക്സ്റ്റൻഡഡ് കാമിയോ റോൾ ഉണ്ട്. ആ ഒരു കഥാപാത്രം ഒരു സ്റ്റേജ് പരിപാടിക്കിടെ ഇത്തരത്തിൽ പറയുന്നുണ്ട്: സുരക്ഷാ പ്രശ്നമുള്ളതുകൊണ്ടാണ് നാട്ടുകാർക്ക് ഷൂട്ടിംഗ് കാണാൻ സാധിക്കാതെ വന്നത്. ഗുജറാത്ത് എന്ന സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ചില ആളുകൾ എന്റെ വീട് ആക്രമിച്ചു. യഥാർത്ഥ ജീവിതത്തിൽ മമ്മൂട്ടി ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞതിന് അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. DYFIയുടെ ഒരു പരിപാടിക്കിടെ അദ്ദേഹം ഗുജറാത്ത് നടക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിനെതിരെയായിരുന്നു ഒരു പറ്റം ആൾക്കാർ മമ്മൂട്ടിക്കെതിരെ പ്രതിഷേധിച്ചത്. കരിയോയിൽ ഒഴിക്കലും പോസ്റ്റർ കീറലും ഒക്കെയായി ഒരുപാട് കോലാഹലങ്ങൾ അന്ന് നടന്നിരുന്നു. ബിഗ് ബി സിനിമയുടെ ഷൂട്ടിങ്ങിൽ മമ്മൂട്ടിക്ക് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ ഒരു സംഭവത്തെയെല്ലാം തന്നെയാണ് ഇൻഡയറക്ട്ലി അശോക് രാജ് എന്ന കഥാപാത്രത്തിലൂടെ മമ്മൂട്ടി പറയുന്നത്. 2007 റാഫി മെക്കാട്ടിൻ എഴുതി ഷാഫി സംവിധാനം ചെയ്ത മറ്റൊരു മമ്മൂട്ടി ചിത്രമായിരുന്നു മായാവി. സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച മഹി എന്ന കഥാപാത്രം തന്റെ വീടിന്റെ അഡ്രസ് പറയുന്ന ഒരു രംഗമുണ്ട്. യഥാർത്ഥത്തിൽ മമ്മൂട്ടിയുടെ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ആ കഥാപാത്രം അവിടെ പറയുന്നത്. കോട്ടയത്ത് നിന്നും ബസ്സിൽ വൈക്കത്തേക്ക് പോകുന്നതും അവിടെ നിന്നും ചെമ്പിലെ തന്റെ വീട്ടിലേക്ക് പോകുന്നതുമായ കൃത്യമായ വഴി തന്നെ മമ്മൂട്ടി പറയുന്നുണ്ട്. മലയാളികൾക്കിടയിൽ എപ്പോഴും ചർച്ചയാകുന്ന ഒന്നാണ് ശ്രീ മോഹൻലാലിന്റെ തോളിന്റെ ചെരിവ്. ആ ഒരു പ്രത്യേകത കൊണ്ട് ശ്രീ മോഹൻലാലിന്റെ നിഴലിനെ പോലും മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആ ഒരു ചെരിവിനെ കുറിച്ച് മോഹൻലാൽ തന്നെ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. 2009 AK സാജൻ എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത റെഡ് ചില്ലീസ് എന്ന സിനിമയിലായിരുന്നു ആ ഒരു രംഗം. മിസ്റ്റർ, സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി വിനയമാകാം സർ. വിനയം കൂടി തോളിന്റെ ഒരു വശം ചരിഞ്ഞു പോയാണ് സർ ഞാൻ. ആ ഒരു നേരത്തെ കഥാപാത്രം വിട്ടുകൊണ്ട് മോഹൻലാലായി തന്നെ സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നാം. ഇതുപോലെ കഥാപാത്രം വിട്ടിറങ്ങുന്ന രീതിയിൽ മോഹൻലാൽ പല സിനിമകളിലും പല ഡയലോഗുകളും പറഞ്ഞിട്ടുണ്ട്. 2003 VM വിനു ചിത്രമായ ബാലേട്ടനിലെ ഒരു ഡയലോഗ് ആയിരുന്നു ഇത്. പറഞ്ഞ പോലെ ഇവിടെ തന്നെ കാണുമല്ലോ, ഏട്ടനാണ്. അത് ഫാൻസ് അദ്ദേഹത്തെ ലാലേട്ടൻ എന്നും ഏട്ടൻ എന്നും വിളിക്കാറുണ്ട്. ആ ഒരു സംഭവമാണ് സിനിമയിൽ സൂചിപ്പിക്കുന്നതും. 2012 B ഉണ്ണികൃഷ്ണൻ ചിത്രമായ ഗ്രാൻഡ് മാസ്റ്ററിൽ മോഹൻലാലിന്റെ കഥാപാത്രം ഇത്തരത്തിലൊരു ഡയലോഗ് പറയുന്നുണ്ട്: സാറിന് ഇനി ഇവിടെ റോളൊന്നുമില്ല. എന്റെ റോൾ അത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെ കൂടി സൂചിപ്പിക്കുന്ന രീതിയിലാണ് ആ ഒരു ഡയലോഗ്. വരാനിരിക്കുന്ന മമ്മൂട്ടി ചിത്രമായ ബസൂക്കയിലും അത്തരത്തിലൊരു ഡയലോഗ് നമുക്ക് കേൾക്കാം. ഈ കഥയിൽ നിങ്ങളുടെ റോൾ നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല. 2001 ഉദയകൃഷ്ണ CBK തോമസ് എഴുതി ജോസ് തോമസ് സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രമാണ് സുന്ദരപുരുഷൻ. നായികമാരായി സിനിമയിൽ ദേവയാനി, നന്ദിനി എന്നിവരാണ് അഭിനയിച്ചത്. നന്ദിനിയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു രംഗമുണ്ട്. മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്, സുലുവിന് വല്ല കുഴപ്പമുണ്ടോ? എനിക്കറിയാൻ മേല. മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്, സുചിത്രയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സുചിത്രയ്ക്കും കുഴപ്പമില്ല, സുരേഷ് ഗോപി അഭിനയിക്കുന്നുണ്ട്, രാധികയ്ക്കും കുഴപ്പമില്ല. നീ കിടന്നുറങ്ങ്. സിനിമയിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച കഥാപാത്രം സുരേഷ് ഗോപിയുടെ കാര്യം തന്നെ പറയുമ്പോൾ സുരേഷ് ഗോപി സൂര്യനാരായണൻ എന്ന കഥാപാത്രം വിട്ടുകൊണ്ട് സുരേഷ് ഗോപിയായി തന്നെ പ്രേക്ഷകരോട് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. 98 സിബി മലയിൽ സംവിധാനം ചെയ്ത സമ്മറിൻ ബത്ലഹേം എന്ന സിനിമയിലും ഇത്തരത്തിൽ ഒരു സുരേഷ് ഗോപിയുടെ റെഫറൻസ് ഉണ്ട്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മയുണ്ടോ ഈ മുഖം? ജയറാമിന്റെ ആ ഒരു മിമിക്രി കണ്ട് സുരേഷ് ഗോപി ഞെട്ടുമ്പോൾ യഥാർത്ഥ സുരേഷ് ഗോപി സ്വന്തം ശബ്ദം കേൾക്കുന്ന പോലെ നമുക്ക് തോന്നാം. കാരണം അദ്ദേഹത്തിന്റെ കമ്മീഷണർ സിനിമയുടെ റെഫറൻസ് ആണ് അവിടെ കാണിക്കുന്നത്. 96 ജയകുമാർ വർക്കല സംവിധാനം ചെയ്ത കോമഡി ചലച്ചിത്രമാണ് വാനരസേന. ജഗതി ശ്രീകുമാർ, ബൈജു, അഞ്ജു അരവിന്ദ് തുടങ്ങിയവരെല്ലാമായിരുന്നു സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ആ സിനിമയിൽ അഗസ്ത്യന്റെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ആ ഒരു വൈദ്യർ കഥാപാത്രത്തിന്റെ ഒരു രംഗമുണ്ട്. ഈ വൈദ്യശാലയ്ക്ക് അഗസ്ത്യ വൈദ്യശാല എന്ന് പേരിടാൻ എന്താ കാരണം? അഗസ്ത്യ രസായനം ഉണ്ടാക്കിയ അഗസ്ത്യ മുനിയെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക, അല്ലാതെ ആ അലവലാതി സിനിമാ നടൻ അഗസ്ത്യന്റെ പബ്ലിസിറ്റിക്കല്ല. അദ്ദേഹത്തിന്റെ കഥാപാത്രം അദ്ദേഹത്തെ തന്നെയാണ് ആ ഒരു ഡയലോഗിലൂടെ കളിയാക്കുന്നത്. പ്രിയദർശൻ ദിലീപ് ചിത്രമായ വെട്ടത്തിൽ
മക്കസായി മക്കസായി എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. ആ ഒരു ഗാനത്തിന്റെ വരികൾ എഴുതിയത് നാദിർഷയാണ്. ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീത സംവിധാനത്തിൽ നാദിർഷയും MG ശ്രീകുമാറുമാണ് ഗാനം പാടിയതും. ആ ഒരു പാട്ടിൽ ഇത്തരത്തിലുള്ള ചില വരികൾ കാണാം. ഏറ്റവും നല്ല മികച്ച നടനുള്ള ഓക്കാറനിക്കുന്നു കേൾക്കുമ്പോഴൊന്നു നീ ബോധം കെട്ടു വീണ് മികച്ച നടനുള്ള ഓക്കാറനിക്കുന്നു കേൾക്കുമ്പോഴൊന്നു നീ ബോധം കെട്ടു വീണ്. അതിനിടയിൽ ദിലീപ് കലാഭവൻ മണിയെ അനുകരിക്കുന്നുമുണ്ട്. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കലാഭവൻ മണിയുടെ ജീവിതത്തിലുണ്ടായ ഒരു യഥാർത്ഥ സംഭവത്തെയാണ്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിന് അവാർഡുണ്ടെന്ന് പലരും പറയുകയും പിന്നീട് അവാർഡ് ലഭിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ബോധം കെട്ടിരുന്നു. ആ ഒരു സംഭവത്തെയാണ് ഗാനത്തിലെ ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. ദിലീപ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ കലാഭവൻ മണിയുടെ കഥാപാത്രത്തെയാണ് അനുകരിക്കുന്നതും. ജമിനി സിനിമയിലും കലാഭവൻ മണിയും വിക്രമും വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുണ്യം തേടി കാശിക്ക് പോണ. ആ സിനിമയുടെ തമിഴ് റീമേക്കിൽ അഭിനയിച്ചത് വിക്രമായിരുന്നു. തമിഴ് റീമേക്കിലെ പാട്ടാണ് മണി പാടുന്നത്. അന്നേ അത് എന്നെ കണ്ടീഷൻ എന്നെ. ഒറിജിനൽ നായകനും റീമേക്ക് നായകനും ഒരുമിച്ച് വരുന്ന ഒരു റെഫറൻസ് ആണ് ആ രംഗത്തിൽ കാണിക്കുന്നത്. മലയാളത്തിലെ മികച്ച തിരക്കഥാകൃത്തുക്കളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ എപ്പോഴുമുള്ളൊരു പേരാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ തന്റെ പല സിനിമകളിലും അദ്ദേഹം തിരക്കഥ എഴുതുന്ന കാര്യത്തെക്കുറിച്ച് പറയാറുണ്ട്. 2017 ജിസ്റ്റോയ് ചിത്രം സൺഡേ ഹോളിഡേയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം ശ്രീനിവാസൻ തിരക്കഥ എഴുതുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താ കോമഡിയാണോ? അല്ലല്ല, അതൊക്കെ സിദ്ദിഖ്ലാലും ശ്രീനിവാസനും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ ഒരു നിമിഷം നമ്മൾ ശ്രീനിവാസനെ തന്നെയാണ് അവിടെ കാണുന്നത്. 2015 സന്തോഷ് വിശ്വനാഥ് സംവിധാനം ചെയ്ത ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച അംബുജാക്ഷൻ എന്ന കഥാപാത്രം ശ്രീനിവാസൻ തിരക്കഥ എഴുതുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പത്മരാജനും ലോഹിത്ദാസും ദാമോദരൻ മാഷും പോയി. മകൻ പണിക്കിറങ്ങിയ പിന്നെ ശ്രീനിവാസനും ഒന്ന് ഒതുങ്ങി. 2000 ശ്രീനിവാസൻ എഴുതിയ സ്വയംവര പന്തൽ എന്ന സിനിമയിലും ശ്രീനിവാസൻ തിരക്കഥ എഴുതുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രിയദർശൻ സിനിമകൾക്ക് വേണ്ടി ഒരുപാട് തിരക്കഥ എഴുതിയ ആളാണ് ശ്രീനിവാസൻ. ആ ഒരു കാര്യവും ആ സിനിമയിൽ പറയുന്നുണ്ട്. ഓരപ്പുഴ പാലത്തിന്റെ അടുത്ത് വെച്ച് എന്റെ കൊട്ടയിലുള്ള 5-6 തിരക്കഥകൾ പ്രിയദർശൻ വാങ്ങിച്ചോണ്ട് പോയി. പ്രിയദർശനോ? അപ്പൊ താൻ പ്രിയദർശന്റെ തിരക്കഥാകൃത്താണല്ലേ? രസകരമായ ഒരു തമാശയിലൂടെയാണ് ശ്രീനിവാസൻ തന്റെ ജീവിതത്തിലെ യഥാർത്ഥ കാര്യങ്ങളെ കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ തന്നെയാണ് കാണിക്കാറും. കഴിഞ്ഞ എപ്പിസോഡിൽ നാം സംസാരിച്ചതായിരുന്നു മുകേഷിന്റെ അന്തസ് കോളിനെ കുറിച്ച്. പകലൊക്കെ വിളിക്കുന്നത് അന്തസ്സുണ്ടല്ലോടാ. അന്തസ് മനുഷ്യനായി കഴിഞ്ഞ അടികപ്പ്യാരെ കൂട്ടമണി, ജോമോന്റെ സുവിശേഷം എന്നീ സിനിമകളിലായിരുന്നു അത് കാണിച്ചത്. സുസുധി വാഗ്മീകം എന്ന സിനിമയിലും ആ ഒരു അന്തസ് കോളിനെ കുറിച്ച് മുകേഷ് സംസാരിക്കുന്നുണ്ട്. 11 മണി കഴിഞ്ഞ എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. അന്തസ്സോട് അന്തസ്സല്ലേ, എന്നിട്ടുള്ള അന്തസ്സും കൂടി പോയി. എന്നാൽ ആ കോളിനെല്ലാം ശേഷം മുകേഷ് MLA ആയ ശേഷവും അദ്ദേഹത്തിന്റെ കോളുകൾ വൈറലായിട്ടുണ്ട്. 2023 ആൽഫ്രഡ് കുര്യൻ ജോസഫ് സംവിധാനം ചെയ്ത ഫിലിപ്സ് എന്ന സിനിമയിൽ ഒരു രംഗമാണിത്. പപ്പാ വെളച്ചിലെടുക്കരുത് കേട്ടോ. ഈ ഒരു രംഗം സൂചിപ്പിക്കുന്നതും മുകേഷിന്റെ യഥാർത്ഥ ജീവിതത്തിലുണ്ടായ മറ്റൊരു ഫോൺ കോളിനെയാണ്. ഹലോ പറഞ്ഞോളൂ, MLA ഓഫീസാണ്, പറഞ്ഞോളൂ. നമ്പർ മാറിപ്പോ സോറി കേട്ടോ. ഇതുപോലെ ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് പലരും കമന്റ് ചെയ്തിട്ടുണ്ട്. അവയെല്ലാം തന്നെ അടുത്ത എപ്പിസോഡിൽ ചേർക്കാം. നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.